വെൽക്കം ടു ഹോം ഡയറീസ് ഓൾ. അപ്പോൾ പോർച്ചുഗൽ ഇപ്പോൾ 1 വീക്കായിട്ട് ഹെവി റെയിൻ ആണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റുണ്ട്. പിന്നെ ഈ ഒരു മാർച്ച് ലാസ്റ്റ് വരെ ഇവിടെ മഴ തന്നെയാണ്. ഒരുതരം മൂടി കെട്ടിയിട്ടുള്ള കാലാവസ്ഥ. ഞങ്ങളുടെ വീടിന്റെ പുറത്തുള്ള കാഴ്ചയാണിത്. ഫുൾ ഓറഞ്ച് മരങ്ങളാണ്. ഓരോ വീട്ടില് ഓരോ ഓറഞ്ച് മരമെങ്കിലും മിനിമം ഉണ്ടാവും. അയടൻ രാവിലെ തന്നെ കാര്യമായ എന്തോ പരിപാടിയിലാണ് ഫോണിൽ. രാവിലെ തന്നെ ഈ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല. സോ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തായാലും വെറൈറ്റി ആയിട്ട് ഇന്റർനാഷണൽ ഡിഷോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്താലോ. സാൽമൺ ഇരിപ്പുണ്ട്, സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോർമലി ഉണ്ടാക്കുന്ന കറി, ചോറ് ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം സാൽമൺ ടൈം എടുത്ത് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് ക്ലീൻ ചെയ്ത സാൽമൺ. വേൾഡിലെ തന്നെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ഫിഷും കൂടെയാണ് ഈ സാൽമൺ. പിന്നെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഹെവി ക്രീം. അടുത്തത് കുറച്ച് ചെറിയ ടൊമാറ്റോസ്. ഇത് നോർമൽ ടൊമാറ്റോയേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്, വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. നെക്സ്റ്റ് ഐറ്റം സ്പിനാച്ച് ആണ്. അത് നല്ല വൃത്തിയായി കഴുകിയെടുക്കുക. അടുത്തത് ഞാൻ എടുക്കുന്നത് മല്ലിയിലയാണ്, അതും വളരെ ചെറുതായി അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുന്നേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച സാൽമണിൽ കുരുമുളക്, ഉപ്പ് ഇവ രണ്ടും ചേർത്ത് പിടിപ്പിക്കാം. ശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഉപ്പ്, കുരുമുളക് മിക്സ് ചെയ്തിട്ടുള്ള സാൽമൺ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ മസാലയൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. സാൽമണിന്റെ എല്ലാ സൈഡും ഫ്രൈ ആയതിനു ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. പിന്നെ കൂടുതൽ സമയം വെക്കണം എന്നില്ല. എണ്ണ മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് നേരത്തെ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ചെറിയ ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഇവ രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി കഴുകി വെച്ച സ്പിനാച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്യാൻ പോവാണ്. ക്രീം ആഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കണം. അതിലോട്ടേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ചൂടാകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സാൽമൺ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഗ്രേവി സാൽമണിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചേർത്ത് കൊടുക്കും. ഫൈനലി നമ്മുടെ സാൽമൺ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വെസ്റ്റേൺ മോഡലിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടേക്ക് സെർവ് ചെയ്യാം. ശരിക്കും സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. വെറൈറ്റി ടേസ്റ്റ് ആണ്. പിന്നെ ഇത് നമുക്ക് റൈസിന്റെ കൂടെ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. എന്തായാലും എന്റെ ഇന്നത്തെ ലഞ്ചിന്റെ കൂടെയുള്ള സ്പെഷ്യൽ ഇതാണ്.